കോൺഗ്രസിൽ നിന്നൊരാളെ കഴിഞ്ഞ ഡിസംബർ മാസം 24-ാം തീയതി മാത്രം പാർട്ടിയിലേക്ക് എത്തിയ ഒരാൾക്ക് ദേശീയ പാർട്ടിയായ BJP സീറ്റ് കൊടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? രഘുനാഥിന് BJP സ്ഥാനാർത്ഥിയെ വരാനുള്ള യോഗ്യത എന്താണ് എന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 24 വരെ നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിച്ച നേതാവാണ് രഘുനാഥ്. BJP ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും, മറുഭാഗത്തുള്ളത് നരേന്ദ്രമോദിയെ എതിർക്കുന്ന രണ്ട് മുന്നണികളുമാണ്. ഈ രണ്ട് മുന്നണികളും തമ്മിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം രണ്ടുപേരും വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗഹൃദ പോരാട്ടമാണ്. അതൊരു പോരാട്ടം എന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. ഒരു ചക്കളത്തി പോരാട്ടമാണ്, ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് ഈ ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചും അതിന് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. നരേന്ദ്രമോദിയുടെ ഗ്രാഫ് നരേന്ദ്രമോദിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ സംബന്ധിച്ചായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, NDA മുന്നോട്ട് വയ്ക്കുന്ന രഘുനാഥ് എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം BJPയോട് ചേർന്നത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് അനുവർത്തിച്ചിട്ടുള്ള, ഇടതുപക്ഷം അനുവർത്തിച്ചിട്ടുള്ള ഈ നടപടികളും അതിനോട് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടുകളോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ കൂടിയാണ്. ഒറ്റ മാസം കൊണ്ടൊക്കെ ഒരു നേതാവിനെ നിങ്ങൾക്ക് അളന്ന് തൂക്കി മനസ്സിലാക്കി നിങ്ങളുടെ ദേശീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥി പദവി കൊടുക്കാൻ പറ്റൂ? BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടും അതിനെ അംഗീകരിച്ചുകൊണ്ടുമാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം വളരെ ചെറിയ കാലം മുതൽ തന്നെ കണ്ണൂരിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും പല ചുമതലകൾ വഹിക്കുകയും ചെയ്ത് ജനങ്ങളുടെ ചോദിക്കട്ടെ, CPM-ലെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത് K. സുധാകരന് BJPയുടെ വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള ഡമ്മി സ്ഥാനാർത്ഥിയാണെന്നാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അത് വെറും ഒരു ആരോപണം മാത്രമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ ഒക്കെ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം ഈ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ബോധ്യപ്പെട്ടുകൊണ്ട്, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് രാഷ്ട്രീയമായ മറ്റേതെങ്കിലും ഗൂഢാലോചനകൾ ഉണ്ടോയെന്നോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് NDA ജയിക്കുന്നതിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 2 അക്കം കടക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 0-1 അല്ലെങ്കിൽ 0-0 ഇതാണോ? കണക്കുകളെ സംബന്ധിച്ചൊന്നും നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വളരെ നേരത്തെയുള്ള ഒരു കണക്കൂട്ടലിൽ യാതൊരു അർത്ഥവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. കാരണം രണ്ട് മുന്നണികളും, BJPയെ അല്ലെങ്കിൽ NDA എതിർക്കുന്ന രണ്ട് മുന്നണികളും പരസ്പരം സഹകരിക്കുകയും അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന മുന്നണികളെന്ന നിലയ്ക്ക് ആ കാപട്യം തിരിച്ചറിയാൻ കേരളത്തിൽ ജനങ്ങൾക്ക് കഴിവുണ്ട്. നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന വികസനത്തിന്റെ മാതൃകയായിരിക്കും വോട്ടായി മാറാൻ സാധ്യതയുള്ളത്. തീർച്ചയായും. മറുഭാഗത്ത് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അതുപോലെ തന്നെ കുറെ കാലമായി കേരളം ഭരിച്ച് കേരളത്തിലെ വലിയൊരു കടക്കെണിയിൽ എത്തിച്ചതിൽ പങ്കുവഹിച്ചിട്ടുള്ള UDF-നെതിരായിട്ട് രണ്ട് മുന്നണികളും ഒരുപോലെ ഉത്തരവാദികളാണ് കേരളത്തിൽ. പക്ഷേ നിങ്ങൾ പണം കൊടുക്കാനുള്ളത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആവർത്തിച്ചു പറയുന്നത്. ആ പറയൽ വെറും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ കണക്കുകളൊക്കെ വന്നല്ലോ. ഇവര് വലിയ തുകകൾ കിട്ടാനുണ്ടെന്ന് അവകാശപ്പെടുകയും അതൊക്കെ പൊതുജനങ്ങളുടെ മുമ്പാകെ പറയുകയും ചെയ്തിട്ട് അതിന്റെ കണക്കുകൾ വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകൾ വന്നപ്പോൾ അതൊക്കെ വെറും പൊള്ളത്തരമാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായല്ലോ. അതുകൊണ്ട് ആ കണക്കുകളിലൊന്നും യാതൊരു അർത്ഥവുമില്ല.